ഓക്കെ, അപ്പൊ നിങ്ങളുടെ ആദ്യം തൊട്ട് വെച്ചോ, ആദ്യം തൊട്ട് വെച്ചോ. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് ഡബ് ചെയ്യാൻ പോകും. എല്ലാവരും കൗണ്ട് ഡൗൺ തുടങ്ങിക്കോ. ചേട്ടായിട്ടുള്ള മാച്ചസിൽ 24 റൺ വേണം. 20 റൺ വേണം. നമ്മുടെ സതീഷ് ശർമ്മ ബോൾ ചെയ്യുന്നുണ്ട്, ജഡേജ സ്ട്രൈക്കറുണ്ട്, ധോണി ഭായ് അപ്പുറത്തേക്കാണ്. എടാ കഴിവാറ മോനെ, നീയും നിന്റെ കൂടെയുള്ളവരോട് വന്നില്ലെങ്കിൽ നിന്റെ കുടുംബത്തെ വെച്ചേക്കില്ല, നിന്റെ കൂടെയുള്ള ഒരുത്തരെ ഞാൻ വെച്ചേക്കില്ല. നീയൊക്കെ എവിടെ പോയി ഒളിച്ചാലും ഞാൻ പൊക്കും. ഇത് ഡേവിയാ പറയുന്നത്. കേരള എടാ സുനി, എടാ സുനി, എടാ സുനി. ഏത് സുനി? ആരുടെ സുനി? സുനിയിലൊക്കെ തട്ടി പേടിച്ച ഞാനടാ. നീ ആരെന്നെ അപ്പുറത്തല്ല. നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട് നീ എന്നോട് ചോദിക്കടാ. നീ ആരടാ ഓടാ? ഞാനാണോ ഓടും? ഡോൺ സെബാസ്റ്റ്യൻ. എന്ത് തോന്നിയതാണ് നീ കാണിക്കുന്നത്? നിനക്ക് ബോധമില്ല. ഇത് പോലീസ് സ്റ്റേഷനിൽ അച്ചുവിടല്ല, ഈ കിടക്കുന്ന തൊണ്ടിയാ. ഞാൻ എന്ത് ചെയ്യണ്ടെന്നുള്ളത് ഞാൻ തീരുമാനിച്ചോ. നീ ആക്രി കൊണ്ട് ജീവിക്കുന്ന എനിക്കത് കാണണം. ഏതോർക്കും ചത്തേന്റെ പേരും സിനിമയിൽ നിർത്തി നാട്ടിൽ വന്നതും പിന്നെ ആ ചത്ത ഇടവറ്റ ആക്രി കാറിന് ഏതോരെന്ന് ഞങ്ങളടുത്ത് പറഞ്ഞിട്ടുള്ളൂ. നിന്നെ കാണാൻ ജോർജ് സാർ ഇവിടെ വന്നിട്ടുണ്ട്. നിന്റെ മുന്നേല് ജോർജ് സാർ ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലേ. നീ ജോർജ് സാറിന്റെ ഇനിയും കുറെ അറിയാനുണ്ടായിരിക്കുക. നിന്റെ അപ്പനെ കൈവട്ടി മാറ്റിട്ട് കുറച്ച് ആവുന്നേ ഉള്ളൂ. നിനക്ക് ഹോസ്പിറ്റൽ ഉണ്ടായ അത് പിടിക്കണം. നീ ആവശ്യം കാണിക്കട്ടെ. നിന്റെ അപ്പൻ കൈയൊട്ടിക്കണം. ഒരു ക്രൈം സീനിൽ നിന്ന് കിട്ടുന്ന തെളിവുകളെ പരസ്പരം കണക്ട് ചെയ്തുണ്ടാക്കുന്ന കഥയാണ് കുറ്റാന്വേഷണം. ആ കഥയിലെ ലോജിക്കിൽ നമുക്ക് ആവശ്യമില്ലെന്ന് തോന്നുന്ന എല്ലാ കാര്യങ്ങളും ഒഴിവാക്കി നിർത്തിയാണ്. അവസാനം കിട്ടുന്ന കഥയായിരിക്കും യഥാർത്ഥത്തിൽ നടന്ന കുറ്റകൃത്യം. അപ്പ് ജ്യൂസ്, അതായത് അന്നംപട്ടി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു ബന്ധുവിന്റെ ജ്യൂസ് കടയിൽ പാർട്ട് ടൈം ആയിട്ട് ജോലിക്ക് ഉണ്ടായിരുന്നു. കമ്പനി 8 നില പൊട്ടി. അണ്ണന് പിന്നെ കോളേജ് ചേരാൻ പറ്റിയില്ല. പിന്നെ അണ്ണൻ കടയിൽ നിന്ന് അടിയോടടി. നേരത്തെ പോണം, നാളെ ഡീറ്റെയിലായിട്ട് മിണ്ടാം. മണം ഗൺ കണ്ണെടുക്കമർന്ന് എടുക്കമർന്ന് ഗൺ തകർന്നിൽവാ. ആരും തള്ളല്ല. എടാ മോനെ, രംഗച്ചേട്ടൻ കാണിച്ചത് അമ്മാണ് ദോഷി ഓഫായിരുന്നോ? ഇതൊക്കെ ശ്രദ്ധിക്കണ്ടപ്പാണ്. ശ്രദ്ധിക്കുന്നുണ്ടോ? ഞാനെന്താ വർത്താനാ പറയുന്ന ജനിച്ച് തനിക്ക് അറിയാവുന്ന സ്വന്തം വീട്ടിൽ നിന്ന് പോലും ഒരു വറ്റി കഞ്ഞി കുടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതറിയാൻ വേണ്ടിയിട്ടാണോ താൻ ആദ്യം ഒന്ന് ചോദിച്ചത്? താൻ പേടിക്കണ്ട, 500 വർക്കിംഗ് തന്നെയാണ് എൻ്റെ അപ്പൻ്റെ പേര്. അതിന്റെ കൂടെ നാട്ടുകാരുടെ നിലവിളിയും കൂടെ ആകുമ്പോ ഈ നഗരത്തിന് ഗംഗയെ വേണ്ട. അവ വെറും ഒരു വേസ്റ്റാണ്. അല്ല, ഗംഗ നിന്റെ ആരാ? അവന്റെ കെട്ടിയോൾക്ക് പോലെ അവനെ വേണ്ട. പിന്നെ നീ എന്തിനാണ് അവനെ അന്വേഷിച്ച് നടക്കുന്നത്? അവനൊരു പേപ്പട്ടിയാണ്. പേ പിടിച്ച തെരുവട്ടി വീട്ടിൽ കയറി വന്നാൽ ചിലപ്പോ തല്ലിക്കൊല്ലും, അല്ലേ? ഉഷയോട് അങ്ങനെ ഓരോരുത്തരും സംസാരിക്കാൻ പാടില്ല. മുതലാളി എന്ന് പറഞ്ഞത് ഞാൻ വിട്ടു. പക്ഷെ ഇനി അങ്ങനെ ഉണ്ടായാൽ മുതലാളി പടവാക്കി ചില്ലിട്ട് ഞാൻ ചുവരിൽ കയറ്റും. എന്റെ സ്വന്തം ചിലവിൽ 6 അടി നീളത്തിൽ ഒരു കുളിയും എടുത്തു. ഇത് നാട്ടുകാരോടോ പോലീസുകാരോടോ ഒന്നും പറയാൻ നിൽക്കണ്ട. എന്നെ പിടിച്ചിടാനുള്ള വഴിക്കൊണ്ട് ഇവിടുത്തെ ഒരു ജയിലുക്കുമില്ല. ഇത് സോഷ്യൽ മീഡിയ സേവനമൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പഠിക്കാം. അങ്ങനെ ചോദിക്കുമ്പോ യുവതലമുറ രക്ഷിക്കണേ നിൽക്കണം. മനസ്സിലായ? ഞാനില്ല വാപ്പല്ല, അല്ലല്ല. കണ്ടില്ലേ, ഇയാളെ കള്ളും കഞ്ചാവും കാരണം ഉമ്മാന്ന് അടിച്ച് മരിച്ച് ഞങ്ങളുടെ മക്കളുടെ ജീവിതം ഇയാൾ കുട്ടിച്ചോറാക്കി. കുഴിയിലിട്ട് കാലം നീട്ടിയിരുന്നിട്ട് ഒരു സൗകര്യം തരൂല്ലെങ്കിൽ പിന്നെ
ഞാൻ അടുത്തെങ്ങാനും പോകുന്നത് പൂജ മനസ്സിൽ വെച്ചാൽ മതി. വീട്ടിൽ ജോലി പോണി പണിക്ക് പോകണടാ, എന്ത് പണിയെടുക്കാൻ കണ്ണുകൂട്ടാൻ പോകണടാ. എന്റെ നോവലേക്കുള്ള സമയ സൗകര്യം എനിക്കില്ല. പിന്നെ കാശിന് തനിക്ക് എന്നാണെന്ന് എനിക്ക് നിറച്ചതൊന്നുമില്ല. കഴിവില്ല കളഞ്ഞിട്ട് പോണമേ. I will send them a message. Madam, how do you feel? You ran out of fastest drink in carry. Come on, Tony. And it's even late. You tell the other tenants to come. You will have been cheaper. You tell them Turk Mata come for them. You see that Turk Mata? You're flying now with me. Oh, I'm sorry about some terrible disguise. If it was me dying on the sidewalk right there over me, I bet you breathe out it on me back disguise. Why? Because someone's wearing incredible TV. You have a problem with Thomas Wayne. Yes, I do. Have you seen what it's like out there, Murray? ഇത് കരുതണം. ഇത് രണ്ടും പകരം നോക്കി കയറി നിൽക്കണം. ആദ്യം ഇവിടെ കരുതുന്നവൾ ജയിക്കും. ഒക്കെ ഭാഗ്യം പറയാം. കാലം എന്തൊരു രസികനാണല്ലേ. വിരസതയുടെ പ്രളയത്തിൽ പെട്ട് മുങ്ങി താവുമ്പോ അകിടകളി തന്നെയാ നല്ലത്. അതെ. നിനക്ക് 2 തവണ വിധി പണയം വെച്ച് കളിക്കാൻ പറ്റില്ല. പിന്നെ എങ്ങനെയാണ് അവര് പെരുമാറേണ്ടത്? അപമാന ഭയങ്ങളെ ഉള്ളിലൊതുക്കി വിധി എന്ന കാര്യം സ്വയം ആശ്വസിച്ച് നിശബ്ദനായിരിക്കണം എന്നാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്. കാലം മാറി സാർ. പുതിയ തലമുറയിലെ പെൺകുട്ടികൾ അങ്ങനെയല്ല. അവർ വ്യക്തമായി വിളിച്ചു പറയും ആരാ, എന്താ, എങ്ങനെ. അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത താങ്കളുടെ പ്രായത്തിന്റെയും സങ്കുചിത മനുഷ്യന്റെ പ്രശ്നമാണ്. Better you try to change, Mr. Senior. ടൈഗർ മുത്തുവേൽ പാണ്ഡ്യ. സാർക്ക് ഇപ്പടി ഒരു ഭാഷ വാക്കിരിക്കുന്നു. ഒരു പോലീസുകാരനും പറഞ്ഞില്ല. നല്ല വേല. ഓ പയ്യൻ പോലീസുകാരനെ എടുത്താതാ ഉയരോടെ വെച്ച് എണ്ണിക്കാവത് അവൻ യൂസ്ഫുൾ ആവുന്ന. ആനാ ഉയരെ കാപ്പാത്തിലൂന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കണ്ടില്ല. എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹം. அதே பத்து கூட முக்கியலுக்கு நோட்டு சொன்னா முடியா சார் நீ நான் வீட்டுக்கு போக சொல்லிட்டு எப்படி எங்கோட போனா பிளான் பண்ணுவேன். அதானே சார் நீ? சரி சார் ஒத்துக்கிறேன். நீ நல்லா நானும் கேட்டவங்க. ஆனால் நல்லா காட்டிக்கணும். கெட்டது இல்லை சார். கெட்டவங்க கேளு சார். நல்லா இருக்கும், சுவாரஸ்யமா இருக்கு, நல்லா ட்விஸ்டாக இருக்கு சார். நான் சொல்றேன், நீ கேளு. அது என்னடா சொன்ன? எனக்கு பிடிச்சவனெல்லாம் இங்கே போறாங்க. எனக்கு பிடிச்சவனை தக்கோடி பேருக்கண்டா வெளியில. I'm a legend. நான் செஞ்சதெல்லாம் வெளியில சொல்ல முடியாது சார். It's all to secrecy and not by my failures. எனக்கு சக்சஸ் இருக்கு, ஆனா வெளியில சொல்ல முடியாது. சொல்ல மாட்டேன். ஏன்னா நான் நேர்மையான குப்பேன். என் பையன் சத்ததுக்கான ரிவெஞ்ச் சொல்லிருக்கேன். யார் சார் இந்த சந்தனம்? வெறும் கருவி சார். இன்னைக்கு தகுதியில கையில பவர் இருக்கிற எல்லாவனும் சந்தனம் தான். சத்து போனவன் பேரு பிரபஞ்சம். பத்தவனோட பேரு விக்ரம். அதுல எந்த குழப்பமும் வேணாம். திருச்சியில் நடந்த ட்ரக் பஸ்டுக்கான மிலிட்டரிய போலீஸும் இல்ல, ஜெயிலில் இந்த பரவல் வந்த ஒரு கைதி. அவ பேரு ரோலக்ஸ். அவ பேரு டில்லி. என்னன்னு கூப்பிட்ட? ரோலக்ஸ். ரோலக்ஸ் சார். எடிமே சார். எஸ் சார். ஓகே சார். ஜஸ்ட் சார். Nah. Rolex. Why? It's all right. ആരംഭിക്കലാങ്കളാ. താങ്ക് യു സോ മച്ച്. ആർക്കെങ്കിലും സംശയമുണ്ടോ? ഞാനാണ് കഴിഞ്ഞു. ആർക്കെങ്കിലും സംശയമുണ്ടോ? ഞാൻ
വെറുതെ റെക്കോർഡിട്ട് വായനക്കുവാന്ന് തോന്നിയോ? സംശയമൊന്നുമില്ലല്ലോ? ഒട്ടും സംശയമില്ലല്ലോ? ഒട്ടും സംശയമില്ല. ഇതിലെ കുറെ താരങ്ങൾ ഞാൻ ചെയ്യാത്തതായിട്ടുണ്ട് അല്ലേ. നമ്മുടെ സൈജു കുറുപ്പ് ഞാൻ ഈ സ്പോട്ടമേൽ ചെയ്തത്. സൈജു കുറുപ്പ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയിരുന്ന കഥാപാത്രം എന്ന് പറഞ്ഞാൽ ആട് സിനിമയിലെ നമ്മുടെ അറക്കൽ അബുവിനെ ആയിരിക്കില്ല. അറക്കൽ അബുവിനെ എല്ലാവർക്കും അറിയാലോ. അറക്കൽ അബു കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കഥാപാത്രമാണ് അറക്കൽ അബു. അറക്കൽ അബുവിന്റെ ശബ്ദം ഇങ്ങനെയാണ്. കഴിഞ്ഞ ഓണത്തിന് കൈപ്പുഴക്ക് നമ്മുടെ കയറത്ത് പോകും. കാട്ട ചോരയാ മൂത്തറച്ചു. അത്രയ്ക്കൊന്നും വരില്ലല്ലോ ഒരു പീറാണ്. ഷാജേട്ടാ ഈ ആട്ടുകാട്ടം തിന്നോ? ആട്ടുകാട്ടം തിന്നാൻ മദ്യത്തിന് മണം ഉണ്ടാവില്ല. ഷാജേട്ടാ എനിക്ക് ചെയ്യാൻ പറ്റുന്ന തോന്നുന്നു ഷാജേട്ടാ. ചോര തെറിച്ചു എന്ന് പറഞ്ഞാൽ ശരിയാവും. അത് വേറെ ആളാണെടുത്തപ്പോഴാ. എന്തായാലും നിങ്ങൾ എല്ലാവരും കാണാൻ കഴിഞ്ഞിട്ട് എനിക്ക് സന്തോഷമുണ്ട്. എന്തായാലും ഷാജേട്ടാ ഇവനെ അങ്ങ് താങ്ക് യു. ഇത് നമ്മുടെ സൈജു കുറുപ്പാണല്ലേ. സൈജു കുറുപ്പ് മാത്രമല്ല നമ്മുടെ ജഗതി ചേട്ടൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ജഗതി ചേട്ടനെ പഴയകാല സിനിമകളിൽ പൊതുവെ മിമിക്രിക്കാരെ അനുകരിക്കുന്ന ഒരു ശബ്ദം ശൈലി എന്ന് പറയുന്നത് എന്റെ കൊച്ചമ്മ ഈ പൂത്തോട്ടം സുന്ദരമാക്കണം. അതിന് ഇറ്റലിയിൽ അമേരിക്കുന്ന ഹോളണ്ടിൽ നിന്നൊക്കെ പൂച്ചെടികൾ വേണം എന്നെ പറ്റ അമ്മച്ചി. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ മിമിക്രിക്കാർ പൊതുവെ അവതരിപ്പിക്കുന്ന ജഗതി ചേട്ടൻ. ഈ ജഗതി ചേട്ടനെ നിങ്ങൾ കൂടുതലായിട്ട് കണ്ടിട്ടുണ്ടാവും. നമ്മുടെ പ്രസംഗങ്ങൾ പറയുമ്പോൾ ലൈവായിട്ട് സ്റ്റേജിൽ നിന്ന് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ശൈലി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. എത്രയോ ഹീറോമാരെ കണ്ടുവരികയാണ്. ലളിത ചേച്ചിക്ക് അനുഭവം പറയാം. സെറ്റിൽ വരുന്ന ചിലർ അറിയാറില്ല. അദ്ദേഹം കാത്തിരിക്കുന്നതിന് പരിചയപ്പെടാറില്ല. പ്രൊഡക്ഷൻ ഫുഡിനെ പറ്റി പരിചയപ്പെടാറില്ല. അദ്ദേഹം ഒരുമിച്ചിരുന്ന് ഒരിക്കലും കാശിന്റെ വലിപ്പമോ ഒരിക്കലും തന്റെ പ്രശസ്തി ഇത്രയാണ് എന്ന് നമ്മളോട് കാണിക്കുകയോ ചെയ്യാത്ത അതുല്യ പ്രതിഭയായിരുന്നു അദ്ദേഹം. കലാകാരൻ ഞാൻ പറയില്ല. മംഗലശീലേ രസവസ്ത്രതയ്ക്ക് അംഗം മുഴുവൻ തുണയ്ക്ക് വേണ്ട. എന്തായാലും ഒരു കയ്യടിയിൽ തട്ടിട്ട് പോടേ. നന്ദി, നമസ്കാരം ഉണ്ട്. താങ്ക് യു സോ മച്ച്. ഇത് നമ്മുടെ ജഗതി ചേട്ടൻ ചെറിയ സ്ക്രാച്ച് ഒക്കെ വന്നു തുടങ്ങിയല്ലേ. സ്ക്രാച്ച് ഒക്കെ വന്നു തുടങ്ങി. നമ്മുടെ മണിച്ചേട്ടന്റെ പാട്ടുകളൊക്കെ പാടിയല്ലോ. മണിച്ചേട്ടന്റെ ചോട്ടാ മുംബൈ എന്ന സിനിമയിലെ ഡയലോഗ് നമുക്ക് എല്ലാവർക്കും, ഞാൻ ഡയലോഗ് മാത്രമാണ് പറയുന്നത്, ഒരിക്കലും ഇത് ശബ്ദ അനുകരണമല്ല, ഡയലോഗ് പറയാണ്. ഈ ഡയലോഗ് നമ്മുടെ ആട് ജീവിതത്തിലെ പൃഥ്വിരാജ്, സാധാ പൃഥ്വിരാജ് അല്ല. ആരാണ്? ആട് ജീവിതത്തിലെ അഭിനയിച്ച പൃഥ്വിരാജാണ് ഈ ഡയലോഗ് പറഞ്ഞത്. എനിക്കും നോക്കിയാലോ. നമ്മുടെ ഡയലോഗ് എന്ന് പറഞ്ഞാൽ ഇതാണ്. നമ്മുടെ മണിച്ചേട്ടൻ പറഞ്ഞ ഡയലോഗ് ആട്ടോ. ഇത് മിമിക്രി അല്ല. അതാ നിങ്ങളിപ്പോ വായിച്ച വേദപുസ്തകത്തിലെ ദുഷ്ടനും അധർമ്മിയും പിശാചൊക്കെ ഞാൻ തന്നെയാ. പേര് നടേശൻ. സത്യവും ധർമ്മവും നോക്കുന്ന ഒരുപാട് ദൈവപുത്രന്മാരുണ്ട് നമ്മുടെ നാട്ടില്. അതിനെതിരെ ഒരു ചെകുത്താനെങ്കിലും വേണ്ടേ? CA മോഹൻദാസിന്റെ മെക്കിട്ട് കയറാമെന്നുണ്ടാ അവനെ കൊന്നത്. ഇനി അതിനെതിരെ താനും കൂടെ സാക്ഷി പറയണ്ട. കണ്ട ശബ്ദം മാത്രമേ ഉള്ളൂ. നിങ്ങളിപ്പ വായിച്ച വേദപുസ്തകത്തിലെ ദുഷ്ടനെ അധർമ്മിപ്പിച്ചതൊക്കെ ഞാൻ തന്നെയാ. കണ്ട എന്റെ കൈ പോലും പൊങ്ങുന്നില്ല. കണ്ട എന്തായാലും നിങ്ങളോടൊന്നും പറയാനില്ല. എന്റെ എത്ര കാലമായി താടി മുടി അല്ല. നന്ദി, നമസ്കാരമുണ്ട് എല്ലാവർക്കും. നന്ദി. കല്യാൺ സിൽസിൽ ആടിങ് സെൽ തുടങ്ങി. ഇപ്പൊ വാങ്ങിയ ഇരട്ടി വാങ്ങാം. താങ്ക് യു സോ മച്ച്. ഇതുപോലെ ചിരിക്കുന്ന മറ്റൊരാളുണ്ട്. സൈജു കുറുപ്പല്ലോ, നമ്മുടെ സുരേഷ് കൃഷ്ണ രാജമാണിക്യം തുടങ്ങിയ സിനിമകളിൽ എനിക്ക് എല്ലാവർക്കും അറിയുന്ന ഒരാളാണ് നമ്മുടെ സുരേഷ് കൃഷ്ണനെ പൊതുവെയുള്ള സംസാര രീതി ഇങ്ങനെയാണോ? എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഞാൻ സുരേഷ് കൃഷ്ണയാണ്. എന്നാൽ നിങ്ങളെല്ലാവരും കാണാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം. ഇവിടെ ഫ്രണ്ടിൽ നിൽക്കുന്ന പല ചേച്ചിമാരും എന്റെ മുഖത്ത് നോക്കിട്ട് ഇദ്ദേഹം ആരാണെന്ന് ചോദിക്കുകയാണ്. ഇദ്ദേഹം ആരാണ് ഇവിടെ വന്ന് സംസാരിക്കുന്നത് മനസ്സിലാവുന്നില്ല. നിങ്ങൾ എല്ലാവരും രാജമാണിക്യ സിനിമ കണ്ടിട്ടില്ലേ? ആ രാജമാണിക്യ സിനിമയില് നമ്മുടെ റഹ്മാൻ ചോദിക്കും എന്താണ് പ്രശ്നം ചോദിക്കുമ്പോ ഞാൻ പറയും പിള്ളേരെ പഠിക്കാൻ നേരത്ത് ചിലപ്പോൾ കൈയും കാലൊക്കെ തട്ടി മുട്ടിത്തൊക്കെ ഇരിക്കും. അതിന്റെ പേരില് എന്റെ വേറെ അർത്ഥം കണ്ട അവളുടെ മനസ്സിനിപ്പോ അതായത് കൊണ്ടാ രമേശന്റെ പട്ടി പറയും മാപ്പ്. ഈ ഡയലോഗ് പറഞ്ഞ് ഞാനാണ്. അപ്പൊ എല്ലാവരും നന്നായിട്ട് കൈയടിക്കുക, ആസ്വദിക്കുക. നന്ദി, നമസ്കാരം. താങ്ക് യു. നമ്മുടെ സുരേഷ് കൃഷ്ണയാണ് നിങ്ങളോടെല്ലാം സംസാരിച്ചല്ലേ. ഇനി നിങ്ങൾക്ക് ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ പിള്ളേർക്ക് ഇപ്പൊ ഞാൻ ആ ഫസ്റ്റ് പിണറായി സാർ ആ പാട്ട് പാടിയപ്പോൾ കുട്ടികളെല്ലാം ഏറ്റു പാടിയപ്പോൾ തന്നെ മനസ്സിലായി ഇപ്പോഴത്തെ തലമുറയുടെ ഒരു സംഗീതം എന്ന് പറഞ്ഞ റാപ്പ് സോങ്ങുകളൊക്കെയാണ്. അപ്പൊ റാപ്പ് സോങ്ങുകൾക്ക് ഇപ്പോൾ ഭയങ്കര സ്വീകാര്യത നേടിക്കൊണ്ടിരിക്കുകയാണ്. ആ സ്വീകാര്യതയ്ക്ക് ഒരു കാരണമുള്ളൂ മലയാളത്തില് കേരളത്തില് നമ്മുടെ വേടന്റെ ആരാധകരുണ്ടോ? ഇവിടെ വേടന്റെ ആരാധകരുണ്ടോ?
അപ്പോൾ വേടന്റെ ശബ്ദത്തിൽ ഒന്ന് അനുകരിച്ച് പാടാനുള്ള ശ്രമമാണ്. അപ്പൊ നിങ്ങളെല്ലാവരും, ഞാൻ വലിയ പാട്ടുകാരനൊന്നുമല്ല, അപ്പൊ നിങ്ങൾ എന്റെ തെറ്റുകുറ്റങ്ങളൊക്കെ ക്ഷമിക്കുക, നന്നായിട്ട് ആസ്വദിക്കുക, കൈയടിക്കുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് ആ പാട്ട് കേൾക്കാം. പ്ലീസ് വേടന്റെ പാട്ട് കിട്ടും.